കുറച്ച് ദിവസമായിട്ട് രേണുസുതിയുടെ ഒരു വീഡിയോയും കാണാറില്ല. ഇടയ്ക്ക് ഒരു റീൽസ് കാണും. പക്ഷെ മൂന്നാമത്തെ കീമ കഴിഞ്ഞിട്ട് രേണുസുതി എവിടെ പോയി, എന്താണ് സ്ഥിതി, എന്താ ഇതിൻ്റെ അവസ്ഥ, രോഗത്തിൻ്റെ കാഠിന്യം എന്തോരമുണ്ടെന്ന് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. ശത്രുക്കളല്ല കേട്ടോ, മിത്രങ്ങൾ. ശത്രുക്കൾക്ക് ഇപ്പോൾ വീഡിയോ കാണാണ്ടായപ്പോൾ എന്തോ ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ട പോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന്. രേണുവിനെ കുറച്ച് നാൾ കാണാണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ ആ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വന്ന് നമ്മളൊക്കെ ഒന്ന് ചിർപ്പിച്ച് ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ഒരു രസമാണ്, അതൊരു തമാശയാണ്. നമ്മൾ വിചാരിക്കാത്ത മറുപടികൾ ചോദ്യത്തിന് പറയുമ്പോൾ അത് നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യും. ചില സംഭവങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷം വരും, ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചിരിക്കാൻ തോന്നും. അങ്ങനെ എല്ലാത്തിനും കൂടിയുള്ള ഒരു സകലകല വല്ലഭ്യാണ് രേണു. അപ്പോൾ ആ രേണുവിനെ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാനില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒളിച്ചോട്ടത്തിൻ്റെ കഥയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ആക്കി ഇടുന്നത്. രേണുസുതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഈ കീമ കഴിഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ശരിക്കും അങ്ങോട്ട് നരകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട് മടങ്ങി വന്ന പോലെയാണ്. ഇതിലും അത് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കീമോ ചെയ്ത് സർജറിയൊക്കെ ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് വിചാരിക്കും ഒരു പനി പോലും ഒരു തലവേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇതുകൊണ്ട് ഈ ക്യാൻസർ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പല കുരുടെ നിന്ന് പലയിടത്തും പോയി കിടന്ന് ചാവാൻ നല്ലത്. അത് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്രയധികം നരകം അനുഭവിച്ചുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. മരുന്നുകളുടെ ലോകത്തും അതുപോലെ തന്നെ ഓരോ സർജറിയും ഓരോ കാര്യങ്ങളും ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ കുട്ടി എങ്ങനെയും 3 കീമോ, അതിന് ആരോഗ്യമില്ലാത്തതാണ് നമ്മളിത് പറയണത്. ഈ 3 കീമോ എങ്ങനെ ഇത് എടുത്തു എന്ന് പറയുമ്പോൾ ഇനിയൊരു 3 കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ രേണു പറയണത് എൻ്റെ ഇത്. ഇപ്പോൾ രേണുവിൻ്റെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ നമ്മളൊന്ന് കണ്ടു. ഒരുപാട് വിഷമം തോന്നി. തലയിലത്തെ ടോപ്പ് അങ്ങോട്ട് മാറ്റുമ്പോഴേ അത് വേറെ ആരും ചെയ്യില്ല. അത് രേണുവിന് അങ്ങനെയൊന്നുമില്ല. രേണു എല്ലാം തുറന്ന മനസ്സാണ്, കുട്ടികളുടെ പോലെ. ഒന്നും മനസ്സിലിരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ, ആ ഇൻ്റർവ്യൂ ഒന്ന് അതിന് കണ്ടാലോ. അപ്പോൾ അത് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്കൊരു സമ്മാനം. 3 കീമോ കഴിഞ്ഞല്ലോ, ഇനിയൊരു 3 അത് എങ്ങനെയെങ്കിലൊക്കെ അത് എല്ലാവരും പ്രാർത്ഥന കൊണ്ടും അതിൻ്റെ ഭാഗ്യം കൊണ്ടും അതിൻ്റെ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടും എല്ലാം കൂടിയാണ് നടന്നു പോകും. ആൾക്കാരെന്തൊക്കെ ശപിച്ചാലും എന്തൊക്കെ തെറി കമൻ്റ് ഇട്ടാലും എന്തൊക്കെ ചീത്ത വിളിച്ചാലും ദൈവം എന്ന് പറയുന്നത് മുകളിലുണ്ടല്ലോ. അതൊക്കെ ഇത് കാണുന്നു പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ് ഞാൻ. 3rd കീമോ കഴിഞ്ഞ് ഒരു 10-12 ദിവസത്തിന് ശേഷം ഞാനൊന്ന് എന്തായാലും ഉണർന്നു എന്ന് പറയാം, ഒന്ന് വീണ്ടും ജനിച്ചെന്ന് പറയാം. കാരണം കീമോ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചവർക്കും അറിയാം, ആ അനുഭവിച്ചവരുടെ വീട്ടുകാർക്കും അറിയാം, അതായത് ആ പേഷ്യന്റിനെ നോക്കുന്നവർക്കും അറിയാം. കാരണം അത് വളരെ എന്താ പറയാ, ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലൊരു ഭീകരതയാണ്. കാരണം ആ ഒരു കീമോ മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയറുമ്പം ആ ഒരു ദിവസം തൊട്ട് ഒരു 10-12 ദിവസത്തോളം നമ്മൾ അടക്കിടപ്പായിരിക്കും. നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഒരു പച്ചവെള്ളം, നമുക്ക് ദാഹം ഉണ്ട്, പക്ഷെ ഒരു പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൊമിറ്റിംഗ് ആണ്. നമുക്ക് ഒന്ന് അനങ്ങണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല, കിടപ്പ് തന്നെയാണ്. നമ്മളെ ആ നോക്കുന്നവരില്ലേ, അവരെ സത്യം പറഞ്ഞാൽ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഡോക്ടേഴ്സിനെ. അതുപോലത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ് ഞാനിപ്പോ എഴുന്നേറ്റിരിക്കുന്നു. ഇനി ഒരു 3 കീമോയും കൂടെ റിമൈനിങ് ഉണ്ട്. അതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ സർജറിയാണ് അടുത്തത് പ്ലാൻ. കീമോ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പൊ 12 ദിവസം ചേച്ചിക്ക് അനങ്ങാൻ പറ്റില്ല, വൊമിറ്റിംഗ് ആയിരിക്കും എന്ന് ചേച്ചി പറഞ്ഞു. ഈ ഒരു സമയത്തും ഇപ്പൊ കീമോ കഴിഞ്ഞിരുന്ന ആ ഒരു സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ചേച്ചീനെ പറ്റി കുറ്റം പറയുന്നവരുടെ കൈയും കണക്കില്ലാത്ത ആ ഒരു രീതിയിൽ സൈബർ ബുള്ളിങ് ആയിരുന്നു. ഈ ഒരു സമയത്ത് ഈ വൊമിറ്റിങ്ങും കാര്യങ്ങളും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇതും കൂടെ കാണുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ, ചേച്ചി ആയതുകൊണ്ട് മാത്രം പിടിച്ചു തന്നാന്ന് ഞാൻ ആദ്യം വന്നപ്പോ പറഞ്ഞില്ലേ. അതെ, ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ രോഗത്തെക്കാൾ ഭയാനകമായിട്ടുള്ള ഭീകരതയായിരുന്നല്ലോ ഞാൻ നേരത്തെയും അനുഭവിച്ചത്. ഇപ്പോഴും അതിന് എന്തെങ്കിലും കുറവുണ്ടോ? അപ്പം ഈ അന്ന് കുറ്റം പറഞ്ഞവര് തന്നെയാണ് ഇന്നും പറയുന്നത്. അന്ന് എന്നെ സ്നേഹിച്ചവർ ഇന്നും എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ പിന്നെ കുറ്റം പറയുന്നവരെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവര് പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഞാൻ ആലോചിച്ചു, ദൈവമേ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. നെവർ. അത് ഇതിലപ്പുറം കൂടുപാട്. ഈ സാധനം കള്ളത്തരമാണെന്ന് പറയുന്ന ആൾക്കാരാണ് മുഴുവൻ. ഞാൻ ഒരാളായത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ ഒരു ഒറ്റ മനക്കരുത്ത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ. വേറെ ആരും ഇങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് തോന്നുന്നേ സംസാരിക്കും അവർ ഈ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ്. എനിക്കറിയുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര പറയാനുള്ളൂ. ഇത് ഈ കുട്ടി ഒരു 3 കീമോ കൂടി ഇങ്ങോട്ട് കഴിഞ്ഞ് പോട്ടെ. അത് കഴിഞ്ഞ് സർജറി നടക്കട്ടെ, പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ. ആർക്ക് വേണ്ടിയിട്ടും നമുക്കൊക്കെ നമ്മളെയൊക്കെ ചെറുപ്പിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ മോനുണ്ടല്ലോ ഒരു ചെറിയ കുട്ടി, അതിനും വേണ്ടിയിട്ട്. അത്രയൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ആവുന്നതും പ്രാർത്ഥിക്കുക. ബാക്കിയൊന്നും സഹായങ്ങളൊന്നും ചെയ്യാനായിട്ട് നമുക്കൊന്നും പാകില്ല. അതുകൊണ്ടിപ്പോൾ അതിലേക്കും നമ്മൾ കടക്കുന്നില്ല. വീഡിയോ കിട്ടിയിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.